ഡെസ്റ്റിനേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെയൊക്കെ തിരക്കേറിയ ലൈഫിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒന്ന് ഫ്രീ ആയിട്ട് സ്വസ്ഥമായി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ അല്ലേ. എന്നാൽ എവിടെ പോവും അല്ലെങ്കിൽ ഇതിന് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ട് ഏതാന്നൊക്കെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്നാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കിഡിലൻ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കൊച്ചി കലൂരുള്ള റിട്രീവ് ഹെൽത്ത് ആൻഡ് വെൽനസ് റിസോർട്ടിലാണ്. ഇതൊരു റിസോർട്ട് മാത്രമല്ല, ഒരു കഫറ്റീരിയ കൂടിയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയി കണ്ടറിയാം. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ റിട്രീവ് ഹെൽത്ത് ആൻഡ് വെൽനസിൻ്റെ ജനറൽ മാനേജർ സാബിൻ ജോസ് സാർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സാറിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ആക്ടിവിറ്റി, സ്പെഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിട്രീവ് ഹെൽത്ത് ആൻഡ് വെൽനസ് എറണാകുളത്ത് കല്ലൂർ കടവന്ത റോഡിൽ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങിയത്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂഫ് ടോപ്പിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ആംബിയൻസും അതിന്റെ ഭക്ഷണ വൈവിധ്യങ്ങളുമാണ്. ചെറിയ ഗെറ്റ് ടുഗദറുകൾക്കും അതുപോലുള്ള പാർട്ടികൾക്കും വളരെ അനുയോജ്യമാണ്. അത്തരത്തിലുള്ള പാർട്ടികളും ഗെറ്റ് ടുഗദർ, ബർത്ത്ഡേ ഫംഗ്ഷൻസ് എല്ലാം അവിടെ നടക്കുന്നുണ്ട്. റൂംസിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂംസ് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. ആ റൂംസിൻ്റെ പ്രത്യേകത അതിൻ്റെ മനോഹാരിത വരുന്ന ഗസ്റ്റുകൾക്ക് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. റൂംസിൻ്റെ എണ്ണം ലിമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ ഗസ്റ്റുകൾക്കും നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുവഴി അവരുടെ മനസ്സിൽ എന്ന് നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ വെസ്റ്റേൺ മസാജുകൾ, പലതരത്തിലുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് റൂം ഗസ്റ്റുകൾക്ക് മാത്രമല്ല പുറത്തുനിന്ന് വന്നവർക്കും അത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. ഈ ഫ്ലോറിൽ റൂംസ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 റൂംസ് ആണുള്ളത്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. നമുക്ക് മുകളിലേക്ക് പോവാം. ശരി. My experience was that every time when I come here, I'm greeted with a smile and happy people inside the lobby, and everybody is really helpful, trying to work out solutions if there needed to be. Yeah, I'm overall content with the stay I had here. Yeah. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്പാ ഉള്ളത്. സ്പായിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയുർവേദ മസാജസ്, വെസ്റ്റേൺ മസാജസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. വരൂ, നമുക്ക് സ്പായിലേക്ക് പോകാം. ഇതാണ് സ്പായുടെ റിസപ്ഷൻ ഏരിയ. അങ്ങനെയല്ല, ഇതൊരു ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് രീതിയിലല്ല വരുന്നത്. കോഴ്സ് അങ്ങനെയല്ല സെലക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്യാം. ഒരു പെയിൻ റിലീഫ് അങ്ങനെയുള്ള രീതിക്ക് വേണ്ടിയിട്ട് ആയുർവേദവും, സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് വെസ്റ്റേണും അങ്ങനെ അത് സെലക്ട് ചെയ്യാം. ആയുർവേദം ഉണ്ട്. ആയുർവേദം നമുക്ക് കാണാമല്ലോ, വരൂ. ഇതാണ് ആയുർവേദ. അതെ, ഇതാണ് ആയുർവേദയുടെ സെക്ഷൻ വരുന്നത്. ആയുർവേദ ടേബിളാണ്. ശിരോധാര എന്ന് പറഞ്ഞ മസാജിന് വേണ്ടിയിട്ടുള്ളതാണ്, ധാരയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. എണ്ണത്തോണി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ. ഇനി ഇത് നമുക്ക് വെസ്റ്റേൺ മസാജിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സോനയും സ്റ്റീം ബാത്തും കൂടെ കൂടിയിട്ടുള്ള ആണ്. രണ്ടും ഒന്നിച്ചാണ് ഇത് വരുന്നത്. ഇതൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ, ഇതെല്ലാമാണ് ഇവിടെ. ആയുർവേദം വെസ്റ്റേൺ രണ്ടും ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിട്രീവ് ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ ബ്യൂട്ടി സെക്ഷൻ എന്തൊക്കെയാണ് അവിടുത്തെ ബ്യൂട്ടി സർവീസ് ഒക്കെ? നമുക്കിവിടെ പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിൻ, ഹെയർ സ്പാ, ഫേഷ്യൽസ് അതൊക്കെ നമുക്കിവിടെ നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതലും പോകുന്നത് ഫേഷ്യൽസും ഹെയർ സ്പായൊക്കെ തന്നെയാണ് കൂടുതലും പോകുന്നത്. പിന്നെ പെഡിക്യൂർ പോകുന്നുണ്ട്. അതിന്റെ കോസ്മെറ്റിക്സ് ഒക്കെ നമ്മൾ ലോറിയൽ ബ്രാൻഡ്സാണ് കൂടുതൽ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫേഷ്യൽസ് ആണെങ്കിൽ ലോറിയൽ, ഫേഷ്യൽസ് ആണെങ്കിൽ നമ്മൾ ഷെഹനാസ് ഹുസൈൻസിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും.
അപ്പോൾ ഇവിടെയാണ് കഫറ്റീരിയ വരുന്നത്, റൂഫ് ടോപ്പിലാണ് കഫറ്റീരിയ. ഈ കഫറ്റീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡോർ പൂളാണ്. ടോട്ടലി ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. എങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷസ് ഏതൊക്കെയാണ്? നമ്മൾ ഇവിടെ ലസാനിയ നമ്മുടെ ഫേമസ് ആണ്. അതെന്താണ്? ലസാനിയ വരുന്നത് നമ്മുടെ ഒരു ഇറ്റാലിയൻ കൈൻഡ് ഓഫ് ലെയേർഡ് പാസ്ത ആണ്. അതിനകത്ത് നമ്മുടെ പാസ്ത ഡോ നമ്മളിവിടെ ചെയ്യുന്നതാണ്, ഇൻ ഹൗസ് ആണ്. അതിൽ മീറ്റിൻ്റെ ലെയർ ഉണ്ടാവും. അതൊരു 3 ലെയർ ആയിട്ടുള്ളൊരു പാസ്തയാണ്. അതുപോലെ റവയോളി ഇവിടെ നമ്മുടെ ഫേമസ് ആണ്, അതും ഇൻ ഹൗസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ന്യൂ ഇയർ തൊട്ടിട്ട് നമ്മൾ പുതിയൊരു ഷെഫ് സ്പെഷ്യാലിറ്റി മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കറൻ്റ്ലി നന്നായിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് 2-3 വീക്സ് ആയിട്ട് നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും അതൊരു പ്രൊമോഷൻ പോലെ പോകുന്നുണ്ട്. സർവീസ് ചാർജ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് ചാർജ് നമുക്ക് സ്പായിൽ വരുമ്പോൾ 30 മിനിറ്റ്സിൻ്റെ സർവീസിലുണ്ട്. അപ്പോൾ അതിന് 1800 പ്ലസ് ടാക്സസ് ആണ് വരുന്നത്. പിന്നെ 60 മിനിറ്റ്സിൻ്റെ മസാജേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3200 പ്ലസ് ടാക്സ് വരും. ആയുർവേദ 1 hour ആണെന്നുണ്ടെങ്കിൽ 3300 പ്ലസ് ടാക്സസ് വരും. ഇതാണ് സ്പായിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റൂംസിൻ്റേത് വരുമ്പോൾ നമുക്ക് ബേസിക് കാറ്റഗറി തുടങ്ങുന്നത് 2500 പ്ലസ് ടാക്സസ് ആണ് വരുന്നത്. ടാക്സ് എല്ലാം 12% ആണ്, നോർമലി ഗവൺമെൻറ് ടാക്സസ് ആണല്ലോ. പിന്നെ നമുക്ക് ഹെയർസ് കാറ്റഗറിയിൽ വരുമ്പോൾ 9500 പ്ലസ് ടാക്സ്. അത് നമ്മുടെ സ്വീറ്റ് റൂമാണ് ഏറ്റവും കൂടിയ കാറ്റഗറിയിൽ വരുന്നത്. അതിനിടയ്ക്ക് കിങ് റൂംസ് ഉണ്ട്, ഡീലക്സ് റൂംസ് ഉണ്ട്. എല്ലാം പല പല റേറ്റ്സ് ആണ് അതിനെല്ലാം വരുന്നത്. റെസ്റ്റോറൻറ്റിൽ നമുക്ക് മെനുവിനനുസരിച്ചാണ് ഓർഡർ വരുന്നത്. അപ്പോൾ അത് നോർമലി ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചാർജസ് വരുമ്പോൾ ഒരു 300-350 റുപ്പീസ് എല്ലാം വരും. പിന്നെ ഒരു ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു 450 റുപ്പീസ് അതായിരിക്കും അതിൻ്റെ ഒരു ടാരിഫ് വരിക. ലഞ്ച് ആൻഡ് ഡിന്നർ ഓൾമോസ്റ്റ് സെയിം തന്നെ ഒരു നോർമലി ഉള്ള വരുന്നത്. റൂംസിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത് അതെ അതായത് 2500 സിംഗിൾ റൂമാണ് വരുന്നത്. അത് നല്ല പ്രീമിയം റൂംസ് ആണ്, എല്ലാം നമ്മുടെ പ്രീമിയം റൂംസ് ആണ് വരുന്നത്. ടോട്ടൽ എത്ര റൂംസ് ഉണ്ട്? 12 മുറികളാണുള്ളത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണ് ഇവിടെ. സോ മസ്റ്റ് ആയിട്ട് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഒന്ന് ചില്ല് ചെയ്യണം. ഹാപ്പി ഡെസ്റ്റിനേഷന്റെ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ഡെസ്റ്റിനേഷനുമായി വീണ്ടും കാണാം.